ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഷേപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ, അതും അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോർഡിനേറ്റ് ഫംഗ്ഷൻ. ഇനി എന്താണ് ഈ ഫംഗ്ഷൻ എന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഡിസ്ക്രിറ്റൈസേഷനെ പറ്റിയിട്ടാണ്. ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോമെട്രീനെ വളരെ ചെറിയ ചെറിയ എലമെൻ്റാക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുക. ഒരു ജോമെട്രിക് എലമെൻറ്റിനെ നമുക്ക് പല ഷേപ്പുകൾ വെച്ച് ഡിസ്ക്രിറ്റൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ട്രയാങ്കുലർ എലമെൻറ്റ്, റെക്റ്റാങ്കുലർ എലമെൻറ്റ് അല്ലെങ്കിൽ ക്വാഡ്രേറ്റർ എലമെൻറ്റ്. ഇവിടെ നമുക്ക് ഒരു പിക്ചർ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത് ട്രയാങ്കുലർ എലമെൻ്റ് ആണ്. ഇനി എന്താണ് ഷേപ്പ് ഫംഗ്ഷൻ, എന്താണ് ഷേപ്പ് ഫംഗ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. ഒരു ട്രയാങ്കുലർ എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഒരു ട്രയാങ്കുലർ എലമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിന് 3 എലമെൻറ്റുകളാണുള്ളത്, 1, 2, 3. അതുപോലെ തന്നെ 3 നോഡുകളുമുണ്ട്. 1 അല്ലെങ്കിൽ നമുക്ക് നെയിം ചെയ്യാം A, B, C, 3 നോഡുകളുണ്ട്. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ A എന്ന് പറയുന്ന ഈ നോഡിൽ ഒരു ലോഡ് ആക്ട് ചെയ്യാണ്. ആ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ താഴോട്ടൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കുമെന്ന് വിചാരിക്കുക. ഈ നോഡിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു എഫക്റ്റ് ഈ താഴെ കിടക്കുന്ന 2 നോഡുകളിൽ, അതായത് A എന്ന് പറയുന്ന നോഡിലുണ്ടായ എഫക്റ്റ് B എന്ന് പറയുന്ന നോഡിലേക്കും C എന്ന് പറയുന്ന നോഡിലേക്കും എന്തായാലും സംഭവിക്കും. ഒരു ചേഞ്ച് അവിടെയും സംഭവിക്കും. അതായത് ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി 2 നോഡിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 നോഡുകളും 3 എലമെൻറ്റ് വെച്ച് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇതൊരു ട്രയാങ്കുലർ എലമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്തായാലും വരും. പക്ഷേ ഇതേ കേസിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ലോഡ് ഡെഫിനറ്റ്ലി ഈ ഒരു പോയിൻറ്റിലേക്കും ഈ ഒരു പോയിൻറ്റിലേക്കും എന്തായാലും മാറും. പക്ഷേ ട്രയാങ്കുലർ എലമെൻറ്റിൽ ഷെയർ ചെയ്ത് പോയ പോലെയല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫോഴ്സും ഡിസ്പ്ലേസ്മെൻ്റ് അല്ല ഈ കേസിൽ ഷെയർ ചെയ്ത് പോവുക. കാരണം എന്താ, അതിൻ്റെ ജോമെട്രികൾ വ്യത്യാസമുണ്ട്. സോ ആ ഷേപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻസ് എന്ന് പറയുക. ട്രയാങ്കുലർ എലമെൻറ്റിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റിന് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ അതൊരിക്കലും റെക്റ്റാങ്കിൾ എലമെൻറ്റ് നോഡുകൾ തമ്മിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു റിലേഷനായിട്ട് ഒരിക്കലും സെയിം ആയിട്ട് വരില്ല. കാരണം രണ്ടും ഡിഫറെൻറ്റ് ജോമെട്രി ഷേപ്പുകളാണ്. അപ്പോൾ ആക്ട് ചെയ്യുന്ന രണ്ടിലുമുള്ള നോഡുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും ചേഞ്ച് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒന്നുകൂടി വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്, ഷേപ്പ് ഫംഗ്ഷൻ വിച്ച് ഇൻ്റർപോളേറ്റ് സൊല്യൂഷൻ ബിറ്റ്വീൻ ദ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ നോഡ്സ്. അതായത് വാല്യൂസിൻ്റെ നോഡുകളിൽ സംഭവിക്കുന്ന ഡിസ്ക്രീറ്റ് വാല്യൂസിലുണ്ടാകുന്ന സൊല്യൂഷനിൽ ഒന്നുകൂടി ആക്യുറേറ്റ് ആയിട്ട് അതിൻ്റെ ഷേപ്പിൻ്റെ ഒരു എഫക്റ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഷേപ്പ് ഫംഗ്ഷൻ. അല്ലെങ്കിൽ നമ്മൾ പറയാം ഷേപ്പ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ജോമെട്രി ഓർ ഷേപ്പ് ഓഫ് ദി എലമെൻറ്റ്. ഒരു 3 നോഡറായിട്ടുള്ള ഒരു സാധനം ഒന്നെങ്കിലും ഒരു ട്രയാങ്കിൾ ആയിരിക്കാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ഒരു സാധാരണ ബീമിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 3 നോഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഏത് ഷേപ്പാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഷേപ്പ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ XY. അപ്പോൾ ഈ നോഡുകൾക്ക് Xലോ Yയിലോ സഞ്ചരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഈ ഫംഗ്ഷൻ XY ആയി. 3 ഡയറക്ഷനിലേക്ക് പറ്റുമെങ്കിൽ XYZ ആയേനെ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ പിന്നീട് താഴെ നോക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ U എന്ന് വിളിക്കുന്നത് കാണാം. താഴെ എഴുതിയിട്ടുണ്ട് U. ഈ താഴെ കാണുന്ന അതേ ഇക്വേഷൻ്റെ ഒരു ഫോം തന്നെയാണ് ഈ മുകളിലും കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഫംഗ്ഷൻ രൂപത്തിലാണ്, U എന്ന് പറയുന്നത് ഫംഗ്ഷൻ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റുകൾ. അതായത് നോഡ് 1ൽ സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്, നോഡ് 2ൽ സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്, നോഡ് 3ൽ സംഭവിച്ച ഡിസ്പ്ലേസ്മെൻറ്റ്, അതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ഓരോ ഷേപ്പ് ഫംഗ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും N1, N2, N3 എന്ന് പറയുന്നത് ഷേപ്പ് ഫംഗ്ഷൻസ് ആണ്. ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ N ഉപയോഗിച്ചിട്ടാണ്. ഇംഗ്ലീഷ് ലെറ്റർ ക്യാപിറ്റൽ N ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ N1, N2, N3 എന്ന് പറയുന്നത് 3 ഷേപ്പ് ഫംഗ്ഷൻസ് ആണ്. അതായത് ആ നോഡുകൾക്ക് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകളെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഷേപ്പ് ഫംഗ്ഷൻ. ഇത്രയും സിമ്പിളായിട്ടാണ് ഷേപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ പിക്ചർ നോക്കി അറിയാൻ പറ്റും U എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ 2 നോഡറായിട്ടുള്ള ഒരു 2 നോഡഡ് കേസ് ആണെങ്കിൽ, 2 നോഡഡ് ബാർ എലമെൻ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് നോക്കി അറിയാൻ പറ്റും സെയിം റിലേഷൻ ആണെങ്കിൽ ഇവിടെ 3 നോഡറാണ്. അപ്പോൾ അതുകൊണ്ട് 3 ടേമുകൾ വന്നിട്ടുണ്ട്. 1, 2, 3. ഇവിടെ 2 നോഡറിൻ്റെ കേസ് പറയണം. കാരണം ഇവിടെ 2 നോഡുകളെ വന്നിട്ടുള്ളൂ. U = N1 U1 + N2 U2 + N3 U3 വന്നിരുന്നു. എങ്ങനെയാണെങ്കിൽ 3 നോഡുകളാണ്. പക്ഷേ ഇവിടെ 2 നോഡഡ് ബാർ എലമെൻ്റ് ആണ്. അതുകൊണ്ട് 2 ഉള്ളൂ. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതാം. കാരണം എന്താ, ഈ മെട്രിക്സ് ഫോം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ കണ്ട ഇക്വേഷൻ പോലെ തന്നെയാവും അല്ലേ. നോക്കി N1 × U1 + N2 × U2. അതേ ഇക്വേഷൻ തന്നെയാണ് കഴിഞ്ഞ പേജിൽ നമ്മൾ കണ്ടത്. ഇതേ സിമിലർ ഇക്വേഷൻ രൂപത്തിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുക ഇതിങ്ങനത്തെ മൂവ്മെൻറ്റ്സും ഡിസ്പ്ലേസ്മെൻറ്റുകളെല്ലാം ഈ ഒരു ഫൈനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക മെട്രിക്സ് രൂപേണയാണ്. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ 2 നോഡഡ് ബാർ എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മെട്രിക്സ് n1 n2 ഇൻറ്റു u1 u2 ഈ ഒരു ഫോമിലാണ് വരിക. നമുക്കറിയാം u1 u2 എന്ന് പറയുന്നത് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റുകളാണ്. ഡിസ്പ്ലേസ്മെൻറ്റിനാണ് ഇവിടെ u എന്ന് പറയുന്നത്. വെറും u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ n1 n2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഷേപ്പ് ഫംഗ്ഷൻസ്. നമുക്ക് രണ്ട് നോഡുള്ളതുകൊണ്ട് രണ്ട് ഷേപ്പ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷേപ്പ് ഫംഗ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പഠിക്കുക. സം ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഫൈനൈറ്റ് വിത്തിൻ ദ എലമെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് അത് ഞാൻ വായിക്കുന്നില്ല. ഒരു 7 എണ്ണം കൊടുത്തിട്ടുണ്ട്. 7 എണ്ണം പഠിക്കുക. 7 എണ്ണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഡെറിവേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡെറിവേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ u ആൻഡ് ഷേപ്പ് ഫംഗ്ഷൻ n ഫോർ 1 ഡയമെൻഷണൽ ബാർ എലമെൻറ്റ്. അതായത് ലീനിയർ ആയിട്ട് ഉള്ള ഒരു ബാർ എലമെൻറ്റിൻ്റെ ഷേപ്പ് ഫംഗ്ഷനും ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷന് വേണ്ടിയിട്ടും ഷേപ്പ് ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഡെറിവേഷനാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ആദ്യത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നൊരു ഇക്വേഷനാണ്. നമ്മൾ പറഞ്ഞു ഓരോ സീരീസ് വൈസ് കണ്ടുപിടിക്കുന്ന ഓരോ കേസുകളാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക? അപ്പോൾ ഇതിൽ അടുത്ത അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിപ്പോൾ 2 നോഡായതുകൊണ്ടാണ് A1 A2 എന്ന് പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ കേസാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? A1 3 നോഡുള്ള കേസാണെങ്കിൽ എങ്ങനെ വരും? A1 + A2 x + A3 x². അങ്ങനെ ഇങ്ങോട്ട് നീണ്ടു പോകും. അപ്പോൾ നോഡുകളുടെ എണ്ണം കൂടുന്തോറും ഈ ഒരു ലീനിയർ ഇക്വേഷനിൽ ഇങ്ങനെ ഓരോ കമ്പോണൻറ്റ് ഇങ്ങനെ ആഡ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ ലോങ് ചെയ്ത് പോകും. അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു 2 നോഡൽ ബാർ എലമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എപ്പോഴും പഠിച്ചു നോക്കിയത് നമ്മളെല്ലാത്തിൻ്റെയും ബേസ്. ഓക്കെ, മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ബേസാണ്. അതായത് ഒരു 2 നോഡറായിട്ടുള്ള ബാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്ന ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ ഉണ്ട്. ഇവിടെ പിന്നെ 1 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. A1 × 1 + A2 × x ആണ്. നമ്മൾ പറഞ്ഞ 2 നോഡായാണ് ഇക്വേഷൻ ഇത്രയും മതി. 3 നോഡാണെങ്കിൽ ഇനി അതിൽ കൂടെ കുറേ കമ്പോണൻസ് വരും. ഇനി എന്താണ് ഈ ജനറലൈസ് കോർഡിനേറ്റ്സ് നോക്കാം. ജനറലൈസ് കോർഡിനേറ്റ്സ് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ XY എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോർഡിനേറ്റ്സ് ആണ്. ഇതിനെ ഇപ്പോൾ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഏതൊക്കെ സൈഡിലേക്ക് എങ്ങോട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പോയിന്റിൽ നോഡ്. അപ്പോൾ 2 നോഡായതുകൊണ്ട് നമുക്കറിയാം 2 പോയിന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 പോയിന്റിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഉണ്ടാകുന്ന ഒരു കോർഡിനേറ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ 1 എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്ന് ഇങ്ങോട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ട് ഉണ്ടാവും. 2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഉണ്ടാവും, അങ്ങോട്ട് ഉണ്ടാവും. അപ്പോൾ 2 നോഡിന് 2 ഡിസ്പ്ലേസ്മെൻറ്റുകളാണ് ഉണ്ടാവാൻ ചാൻസ്. അപ്പോൾ അതിന് നമ്മൾ 2 ജനറലൈസ്ഡ് കോർഡിനേറ്റ്സ് ആയിട്ട് പറയുന്നു. ഇനി അടുത്ത പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കാണുന്ന ഇക്വേഷനെ, അതായത് ബാക്കിൽ കാണിച്ചിട്ടുള്ള ഇക്വേഷനെ, ഏത് u' x = A1 + A2 x എന്ന് പറഞ്ഞ ഇക്വേഷനെ നമ്മൾ സാധാരണ പറഞ്ഞു നമ്മളിവിടെ എല്ലാ മെട്രിക്സ് ഫോമിൻ്റെ കളികൾ മാത്രമേ ഉള്ളൂ. അതൊരു മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്ലൈ ഇൻ ദ ബൗണ്ടറി കണ്ടീഷൻസ് അറ്റ് നോഡ് 1. നോഡ് 1 ഉണ്ടായിരുന്ന ബൗണ്ടറി കണ്ടീഷൻസാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇവിടെ എവിടെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഇപ്പോൾ നോക്കാം. ഒരു മിനിറ്റ്. ആദ്യത്തെ ഇക്വേഷൻ എടുത്തു. ആദ്യത്തെ നോഡ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോഡ് 1 എന്ന് പറയുന്നത് x0 ആണ്. ഓക്കെ, നോഡ് 1 അഥവാ u1 എന്ന് പറയുന്നിടത്ത് x0 ആണ്. u2 എന്ന് പറയുന്നിടത്ത് xl ആണ്. അപ്പോൾ നമ്മൾ 2 കേസിൽ 2 ബൗണ്ടറി കണ്ടീഷൻസ് ആഡ് ചെയ്യണം. ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജനറൽ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഇനി ഇക്വേഷൻ ഫോർ സിംഗിൾ നോഡ്. ആദ്യത്തെ u1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് +A1 + എക്സിൻ്റെ അവിടെ എന്താ ഞാൻ പറഞ്ഞു 0 ആണ്. ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ 0 കൊടുത്ത് A2. ദെൻ u1ൻ്റെ വാല്യൂ 8 കിട്ടി. അതുപോലെ അടുത്ത സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ, സെക്കൻഡ് നോഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ u2 = A1 + A2. എക്സിൻ്റെ അവിടെ L ആണ്. കാരണം നമ്മൾ നേരത്തെ നോക്കി u2 കിടക്കുന്നത് എവിടെയാണ്? x ലെങ്ത്ത് ഫ്രം u1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ, അതായത് അടുത്ത ബൗണ്ടറി കണ്ടീഷൻസ് അറ്റ് നോഡ് 2 നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് വേറൊരു ഇക്വേഷൻ കിട്ടി. u2 = A1 + A2l. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ട്. u1 = A1 + 0 A2. ദെൻ u2 = A1 + A2l. ഈ 2 ഇക്വേഷന് മേർജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വേറെ ഒരു മെട്രിക്സ് ഫോം ഉണ്ടാക്കും. നമുക്കറിയാം മെട്രിക്സ് ചെയ്ത് അറിഞ്ഞൂടെ? 2 ഇക്വേഷൻസ് മെട്രിക്സ് ചെയ്ത് അറിയില്ലേ? ഈ ഒരു ഇക്വേഷൻ എടുത്തു, അതിന് മെട്രിക്സ് എഴുതി ഈ ഫോമിലേക്ക് ആക്കി. ദെൻ അതിനെ A2 ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് ഈ ഒരു മെട്രിക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഈ മെട്രിക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായി? അത് ഇൻവേഴ്സ് മെട്രിക്സ് ആയി. ഇൻവേഴ്സ് മെട്രിക്സിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് അഡ്ജോയിൻറ്റ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ അതിൻ്റെ അഡ്ജോയിൻറ്റ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ എന്താ നമ്മൾ പറയുക? മോഡ്. അതിൻ്റെ മോഡ് ഓഫ് ദാറ്റ് മെട്രിക്സ്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇതേ. ഈ 101L
1 ആണെങ്കിൽ അതിൻ്റെ ആൻസർ കിട്ടുന്നതെങ്കിൽ ഇതുപോലെയാണ് 10 മൈനസ് 1/L 1/L. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എങ്ങനെയാണ് വന്നതെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാനും അതുപോലെ മോഡ് മെട്രിക്സ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത് അപ്പോൾ A1 ഇനി അടുത്ത് എന്ത് ചെയ്യാം, ഈ ഇൻവേഴ്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ മുകളിൽ കാണുന്ന ഇക്വേഷനിൽ കൊടുക്കാം. A1 A2 = U1 U2. ഈ ഇൻവേഴ്സിൻ്റെ പോർഷനിൽ നമുക്ക് ഇവിടെ താഴെ കണ്ടുപിടിച്ചുള്ള ഇക്വേഷൻ കൊടുക്കാം. അതായത് അപ്പോൾ എന്താ ഇക്വേഷൻ, A1 A2 = U1 U2 × 10 മൈനസ് 1/L 1/L. ഇങ്ങനൊരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ലീനിയർ ഇക്വേഷൻ നമ്മളവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ അതേ ലീനിയർ ഇക്വേഷൻ സെപ്പറേറ്റ് നോഡുകളിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2 ഇക്വേഷൻ വേറെ കണ്ടുപിടിച്ചു. U1 ഇക്വേഷൻ കണ്ടുപിടിച്ചു, U2 ഇക്വേഷൻ കണ്ടുപിടിച്ചു. ദെൻ അത് വെച്ചൊരു മെട്രിക്സ് ഉണ്ടാക്കി. ആ മെട്രിക്സിൽ ഒരു ഇൻവേഴ്സ് ടേം വന്നപ്പോൾ ആ ഇൻവേഴ്സ് ടേമിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് വേറൊരു ഫോമിലേക്ക് ആക്കി. എന്നിട്ട് വീണ്ടും അത് എടുത്തിട്ട് ആ ഇക്വേഷനിലേക്ക് തന്നെ കൊടുത്തു. ഇപ്പോൾ നമുക്ക് കിട്ടിയുള്ള ഇക്വേഷനാണ് ഇക്വേഷൻ 5.5. ഇനി നമ്മുടെ സാധാരണ ഇക്വേഷൻ നമ്മുടെ ഇക്വേഷൻ 5.2, അതായത് ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ 5.5 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കുറച്ചുകൂടി വലുതായി കിട്ടി. അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള ആ ഒരു ഇക്വേഷനിലേക്ക് എത്തി. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് = 1x × U1 U2. അതെവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, A1 A2 എന്നുള്ള സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് A1 A2 എന്നുള്ള മെട്രിക്സ് നമ്മളിവിടെ കാണുന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ സമയത്ത് വന്നിട്ടുള്ളതാണ് A1 A2 എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ടുള്ളതാണ് U1 U2 10 മൈനസ് 1 and 1/L. ദെൻ നമുക്കൊരു റിലേഷൻ കിട്ടി. അപ്പോൾ നമ്മളിതിന് എന്ത് ചെയ്തു, ഈ U1 U2 അവിടെ പുറത്തേക്ക് നിർത്തി. ഈ 1x എന്ന് പറഞ്ഞ മെട്രിക്സ് ആയിട്ട്, അതായത് ഈ റോ മെട്രിക്സ് ആയിട്ട് ഇവിടെ ഉള്ള 2/2 മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ റോ മെട്രിക്സ് ഇവിടെയുള്ള 2/2 മെട്രിക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 2 വാല്യൂസ് കിട്ടി. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് നമുക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ള ഷേപ്പ് ഫംഗ്ഷൻ്റെ പോർഷനിൽ നമ്മൾ കാണിച്ചെന്നുള്ള ഇക്വേഷനോട് സിമിലറാണ് അല്ലേ. ഇവിടെ U ഉണ്ട്, ഇവിടെ U ഉണ്ട്. ഇവിടെ 1 - x/L എന്നുള്ളിടത്താണ് N1 കിടക്കുന്നത്. അതുപോലെ x/L എന്നുള്ളിടത്താണ് N2 കിടക്കുന്നത്. U1/U2 എന്നുള്ളിടത്താണ് U1/U2 എന്നുള്ളത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാൻ എന്ത്, ഈ കിടക്കുന്ന ടൈമിൽ നിന്ന് നമുക്ക് 2 ഷേപ്പ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തു. N1 = 1 - x/L, ദെൻ N2 = x/L. അപ്പോൾ ഇവിടെ നിന്ന് 2 ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. 2 നോഡഡ് ബാർ എലമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഫംഗ്ഷൻ എങ്ങനെ വരുന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡെറിവേഷനിൽ കണ്ടുപിടിച്ചത്. N1 = 1 - x/L, N2 = x/L. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U = N1 U1 + N2 U2. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇനി ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിൽ നമ്മൾ താഴെ തന്നെ പറയുന്നുണ്ട്, ഹയർ ഓർഡർ എലമെൻറ്റ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് എലമെൻറ്റ്, ദാറ്റ് ഇസ് ക്വാഡ്രാറ്റിക് എലമെൻറ്റ്, ഡെറിവേഷൻ ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ ഫോർ ക്വാഡ്രാറ്റിക് എലമെൻറ്റ്. അതായത് അത് മൾട്ടിപ്ലൈ സ്ക്വയർ വരുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞ നേരത്തെ 2 നോർഡറായ കാരണമാണ് നമ്മൾ ജസ്റ്റ് U1 = A1 + A2x എന്ന് ഉപയോഗിച്ചത്. ഇവിടെ ഇപ്പോൾ 3 നോർഡറായിട്ടുള്ള പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 2 3 നോർഡറായിട്ടുള്ള പിക്ചർ കാണാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങളുടെ ലീനിയർ ഇക്വേഷൻ മാറി അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എടുക്കണം. അപ്പോൾ അവിടെ A1 + A2x + A3x² എന്നുള്ള ടൈമിലേക്ക് മാറി ഇക്വേഷൻ. ദെൻ സിമിലർ മെത്തേഡ് തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, വീണ്ടും സിമിലർ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 3 ഷേപ്പ് ഫംഗ്ഷൻസ് കിട്ടും. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 3 ഷേപ്പ് ഫംഗ്ഷൻസും കണ്ടുപിടിക്കാൻ പറ്റും. ലീനിയർ ഇക്വേഷൻ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. എളുപ്പത്തിൽ നമുക്ക് ഈ ഷേപ്പ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിൽ അതാണ് പറ്റുള്ളൂ. അപ്പോൾ ആ 2 ഇക്വേഷൻ മാത്രം മതി നമുക്ക് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് വന്നിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 3 നോഡുകളായതുകൊണ്ട് 3 ഷേപ്പ് ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആ ഒരു കേസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം ഈ ഒരു 2 ഡെറിവേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2 നോഡഡ് ബാറിൻ്റെയും 3 നോഡഡ് ബാറിൻ്റെയും ഷേപ്പ് ഫംഗ്ഷൻസ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ തൽക്കാലം നോക്കി വയ്ക്കുക. ഇനിയുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്കതിൻ്റെ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലമാറ്റിക് പോർഷനിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.